കുക്ക് ബുക്ക് ആൻഡ് മൈ ജേർണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മനോഹരമായ ഒരു വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് വന്നിരിക്കുന്നത്. യൂറോപ്യൻ മാതൃകയിലുള്ള കേരള ട്രഡീഷണൽ ടച്ചോട് കൂടിയ ഒരു ടൈനി ഹൗസാണ് കാണിക്കുന്നത്. ബിഗ് ലിവിങ് ഇൻ സ്മോൾ സ്പേസ്. ഇത് ചടയമംഗലം ജടായുപ്പാറയുടെ അടുത്തായിട്ടാണ്. ഒരു 2-3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഭാവിയിൽ ഇതൊരു ഹോം സ്റ്റേ ആയിട്ട് തുടങ്ങാനാണ് സാധ്യത. വീടിൻ്റെ ഉടമസ്ഥർ നൗഷാദ്, ഫാത്തിമ, മകൾ ഐഷ. അവരുടെ ചിന്താഗതിയുടെ ഫലമായിട്ടാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഗാസിബോ, ബാബിസാക്കി, മിയാവാക്കി എന്നൊക്കെ പറയപ്പെടുന്ന യൂറോപ്യൻ മാതൃകയിലുള്ള കേരള ട്രഡീഷണൽ ടച്ചോട് കൂടിയ 900 സ്ക്വയർ ഫീറ്റ് ഉള്ള ഐഷ എന്ന ഈ വീടിൻ്റെ കോൺസെപ്റ്റ് ടൈനി ഹൗസ് ബിഗ് ലിവിങ് ഇൻ സ്മോൾ സ്പേസ് എന്നാണ്. മോഡലിലാണ് കെട്ടിയിരിക്കുന്നത്. പൈപ്പ് കൊണ്ട് ട്രസ് വർക്ക് ചെയ്ത് സിമൻറ്റ് ബോർഡും കൊയർ മാറ്റും തറയോടും കൊണ്ട് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയത് കൊല്ലം ഇൻസൈറ്റ് ആർക്കിടെക്റ്റിലെ മിസ്റ്റർ അരുണാണ് ഈ സ്വപ്ന വീടിൻ്റെ ശില്പി. മിയാവാക്കി വനങ്ങളെ അനുസ്മരിച്ചിരിക്കുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഓർമ്മകളെ ഉണർത്തുന്ന ഇത്തരം നിർമ്മിതികൾ ഇവിടെ സജീവമാകുകയാണ്. ഏവർക്കും നാളെ ഒരു സമയം നല്ല രീതിയിൽ വന്ന് താമസിക്കുവാൻ പറ്റുന്ന സൗകര്യങ്ങളോടുകൂടിയും പ്രകൃതിപരമായിട്ടുള്ള കാറ്റ്, നല്ല സൂര്യപ്രകാശം, സന്ധ്യയായി കഴിഞ്ഞാൽ സൂര്യൻ്റെ ആ രശ്മികൾ ഒരു 4-5 മണി തൊട്ട് വരുന്നതും ആ കാറ്റ് കൊള്ളാനും അത്ര രീതിയിലുള്ള ഒരു 50 സെൻറ്റ് സ്ഥലത്തിൽ ഈ ഒരു ചെറിയ സ്മോൾ ഹൗസ് കെട്ടിയിരിക്കുന്നത് കാണാൻ അതിമനോഹരമാണ്. ഏവർക്കും ഇത് കാണുമ്പോൾ തന്നെ ഹൃദയം കവരും. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഈ വഴി വന്ന സമയത്ത് ഇങ്ങനെ ഒരു വീട് കണ്ടപ്പോൾ ഞാനും അങ്ങോട്ട് അറിയാതെ നോക്കിപ്പോയി. കാര്യം ഇനിയും പണികളുണ്ട്. ഇത് തൽക്കാലം ഒരു വീട് മാത്രമേ കെട്ടിയിട്ടുള്ളൂ. കണ്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് മനോഹരമായ രീതിയിലിരിക്കും. അപ്പം നമുക്ക് അവിടെ ഒന്ന് ഇരിക്കണം, ഒന്ന് കാറ്റ് കൊള്ളണം. ഈ ചൂട് സമയത്ത് ആ നാട്ടിൽ ചെന്നപ്പോൾ ഒന്ന് കാറ്റ് കൊള്ളണം. മാങ്ങ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നു കണ്ടപ്പോൾ നമുക്ക് കാറ്റും കൊണ്ടിരുന്ന് കുത്തിയരിഞ്ഞ മാങ്ങ തിന്നാൻ അതിസുഖമാണെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് തന്നെ 5-6 മാങ്ങകൾ പറിച്ചു ഞങ്ങൾ കുത്തിയരിഞ്ഞു. അവിടെ ഇരുന്ന് കഴിക്കാനും തുടങ്ങി. അങ്ങനെ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല കാറ്റും സൂര്യപ്രകാശവും എല്ലാം ഇങ്ങനെ അടിച്ച് ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ചായയൊക്കെ ഇട്ടുകൊണ്ട് തന്നു. നമ്മൾ അത് കുടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ കാറ്റിൽ തന്നെ നമ്മൾ അറിയാതെ അവിടെ സ്ഥാനം അങ്ങ് ഉറപ്പിച്ചു. പിന്നെ ഈ വീടിൻ്റെ മുൻവശത്തുള്ള സ്റ്റെപ്പിലൊക്കെ ഇരിക്കാനും നമുക്ക് എത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാറ്റിൻ്റെ ഒരു പ്രതീകം നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സുഗന്ധമായിട്ട് അടിക്കുന്ന ചെടികളുടെ ഒരു മണവും അങ്ങനെ പകരുന്നുണ്ട്. കാലക്രമത്തിൽ ഇത് നല്ലൊരു ഗാർഡനും നല്ലൊരു വനം പോലെ ആക്കിയെടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. പിന്നെ ഇനിയും ഇവിടെ കുറേ കൂടെ പണികൾ കെട്ടാനുണ്ട്. 1-2 സ്റ്റെപ്പ് താഴെ മേലായിട്ട് വീടുകൾ ഇങ്ങനെ കെട്ടണമെന്നുണ്ട്. അപ്പം നമ്മൾ അതും കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് അവിടെ എല്ലാം ചുറ്റി കറങ്ങി കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് കുറച്ച് മുളവിട്ട മാങ്ങ തിന്നണമെന്നൊരാഗ്രഹം. അങ്ങനെ നമ്മൾ 2 പേരും കുറച്ച് മുളകൊക്കെ എടുത്ത് മുളവിട്ട മാങ്ങയുമായി ഈ ചെടിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നമ്മളിരുന്നു ആസ്വദിക്കുകയായി. നല്ല കാറ്റും ഒക്കെ. പിന്നെ സന്ധ്യയാകുമ്പോൾ നമുക്ക് പോകാനേ മനസ്സ് തോന്നിയില്ല. എങ്കിലും നമ്മൾ വീട്ടിൽ പോയാലേ പറ്റൂ എന്നും പറഞ്ഞ് പിന്നെ കുറേ നേരം നമ്മൾ സന്ധ്യ ആകുന്നത് വരെ അവിടെ കഴിച്ചു കൂട്ടി ഇട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് താഴെയും മേലും ഒക്കെ നോക്കി കണ്ടു, സന്തോഷിച്ചു. പിന്നെ നമ്മൾ മിക്കവാറും പോകുന്നത് വരെ ഇവിടെ വന്ന് നമ്മൾ ഇരിക്കും. അതൊരു ഹോബിയായി തീർന്നു. കണ്ട് സൂര്യൻ്റെ ആ പ്രകാശം, ആ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ആ ഒരു നേരം എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നമുക്ക് ആസ്വദിക്കാം. നമുക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിച്ച് നോക്കാം എന്താണ് ഈ ടൈപ്പ് വീടിൻ്റെ ഒരു
കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. എനിക്ക് എൻ്റെ മനസ്സിന് അതിമനോഹരമായി ഒരു ഭയങ്കര ഉള്ളിൽ തന്നെ ചെടികളും ഇരിക്കാനുള്ള കട്ടിലും ആ കൊതുവലയും എല്ലാം കണ്ടപ്പോൾ ഇവിടെ ഒന്ന് ഇരുന്ന് ആസ്വദിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ നേരമില്ലാത്തത് കൊണ്ട് നമ്മൾ പതുക്കെ എല്ലാം ചുറ്റി കാണുകയായിരുന്നു. അപ്പം മേളിലോട്ടുള്ള ആ സ്റ്റെപ്പ്, മേളിൽ ഒരു റൂമാണ്, പിന്നെ കിടക്കാൻ താഴെ ഒരു റൂം, അങ്ങനെ പിന്നെ നല്ലൊരു ബാത്റൂം, കിച്ചൺ, എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ടൈപ്പ് വീട്ടിൽ ചെറുതായിട്ട് കെട്ടിയിട്ടുള്ളതാണ്. ഇത് മുകളിലത്തെ ഭാഗമാണ്. മുകളിലത്തെ കതവ് തുറന്നു കഴിഞ്ഞാൽ നീളത്തിൽ ഉള്ള ആ വാതിൽ റൂമിൽ കൂടി പുറത്തേക്ക് ഇറങ്ങി നിൽക്കാവുന്നതും നല്ല കാറ്റ് കൊള്ളാനും എല്ലാം ഉണ്ട്. നല്ല കാറ്റ് വീശുന്നതും നല്ല ഒരു അന്തരീക്ഷവുമാണ്. മഴയായാലും കാറ്റായാലും നമുക്ക് അതിമനോഹരമായി ആസ്വദിക്കാനും ആ കാറ്റ് കൊള്ളാനും ഒരു പ്രത്യേക അവസരം നമുക്ക് ഒന്നും കൂടി കിട്ടിയിരിക്കുന്നു. എന്നും നമ്മൾ വരും, ഈ കാറ്റ് കൊള്ളും, കുറേ നേരം ഇരിക്കും, മാങ്ങയും ചക്കപ്പഴവും ഒക്കെ തിന്നും, എന്നിട്ട് പോകും. ഇതായിരുന്നു അവിടുന്ന് വരുന്നത് വരെയും മിക്കവാറുമുള്ള ഒരു ഇത്. എന്നുവെച്ചാൽ ചൂട് സമയത്ത് നമുക്ക് ഈ കാറ്റ് കൊള്ളാനും ഇവിടെ ഒന്ന് കഴിച്ചു കൂട്ടാനും പ്രത്യേകമായി ഒരു സമയം നമ്മൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെ നല്ല വിശാലമായി ഇരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. വൈകുന്നേരം എല്ലാവർക്കും വന്ന് പുറത്തിരിക്കാനും അകത്തിരിക്കാനും ചായ കുടിക്കാനും എല്ലാത്തിനും നല്ലൊരു അവസരം. പിന്നെ ഇനി ഉള്ള കാലങ്ങളിൽ ഇവർ ഇതിന് മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വരുന്നുണ്ട്. ഇപ്പം ഇത്രമാത്രം ഇതിൽ അടങ്ങിയ രീതിയിൽ അവരെല്ലാ സജ്ജീകരണങ്ങളും കൂടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ ഒരു കിച്ചണും അതിന് വേണ്ടുന്ന അതിമനോഹരമായ ഉള്ള ആ പോകുന്ന വഴിയും ഒരു ചെറിയ പിന്നെ ഫ്രിഡ്ജും നല്ലൊരു ബാത്റൂമും എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പുറത്താണെങ്കിലും നല്ല രീതിയിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചു കൊണ്ട് വരികയാണ്. ഇത് നൗഷാദിൻ്റെയും ഫാത്തിമയുടെയും ആയിഷയുടെയും മനസ്സിലെ ആ ഒരു സങ്കല്പങ്ങളാണ് ഇത്രത്തോളം നല്ല ഈ ആയൂർ എന്ന നാട്ടിൽ കെട്ടി പടുത്ത് ഉയർത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇവിടെ തീരാനും എല്ലാം ഇടയാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇപ്പം ഈ ഹൗസ് കണ്ടപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമായി. അങ്ങനെ നൗഷാദും ഫാത്തിമയുടെയും ആയിഷയുടെയും സങ്കല്പങ്ങളെല്ലാം പൂവണിയട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. നല്ല ഒരു സ്ഥലവും റോഡ് സൈഡിലുമാണ് ഇതിൻ്റെ അലങ്കാരങ്ങളും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്.